students, welcome back to Social Science Classroom. We are discussing 8th chapter towards a new Kerala society. In the chapter we discussed about the social reformers like Vaikunta Swamigal, Chattambi Swamigal, Sri Narayana Guru. Ready? In the last class, we discussed about the Sri Narayana Guru. Today, we are going to next subheading, Education, a social investment. Today, we are going to discuss about Ayyangali, a social reformer in Kerala, Ayyangali. Heading, Education, a social investment. Let us read it. Ayyangali was a reformer who strived for the uplift of the depressed classes. അയ്യങ്കാളി ആരായിരുന്നു? ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? അപ്ലിഫ്റ്റ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അധസ്ഥിത വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ആര് പ്രവർത്തിച്ചത്? അയ്യങ്കാളി പ്രവർത്തിച്ചത്. He recognized that education is an investment for resolving social inequalities. അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്, റെക്കഗ്നൈസ് ചെയ്തത് എന്താണ്? സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതെയാക്കാനുള്ള ഒരു നിക്ഷേപം, ഒരു ഉപാധി എന്താണ്? അക്വയർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ആൻഡ് ടു ഇംപ്രൂവ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്സസ്, ഡിപ്രസ്ഡ് ക്ലാസ്സസിൻ്റെ, അധസ്ഥിത വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ സാമൂഹിക നിലവാരം ഉയർത്തുന്നതിനും അതുപോലെ തന്നെ അവരുടെ സാമൂഹിക അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനൊക്കെയുള്ള ഒരു മാർഗം എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് ആര് കണ്ടെത്തി? അയ്യങ്കാളി കണ്ടെത്തി. In 1904, Ayyangali established a school exclusively for depressed classes. 1904 ഡിപ്രസ്ഡ് ക്ലാസ്സിൽ, അധസ്ഥിത വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സ്കൂള് രൂപീകരിച്ചു. ആരെ? അയ്യങ്കാളി. എന്നാണ് രൂപീകരിച്ചത്? 1904. ഓക്കെ, ദെൻ ഇവിടെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, നോക്കുക. When the students from the depressed classes were denied education, Ayyangali proclaimed, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടപ്പോൾ അയ്യങ്കാളി പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഇഫ് അവർ ചിൽഡ്രൻ ആർ ഡിനൈഡ് എഡ്യൂക്കേഷൻ, നിങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടക്കിയാൽ വി വിൽ ഗ്രോ വീഡ്സ് ഓൾ ഓവർ ദ പാഡി ഫീൽഡ്സ്, ഇവിടുത്തെ നെൽപ്പാടങ്ങളിലെല്ലാം പുല്ല് മുളക്കും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കിനി കൃഷി ചെയ്യാൻ സൗകര്യമില്ല. തമ്പ്രാക്കന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ പാടത്ത് എല്ലാം മുറിയെ പണിയെടുക്കുന്നത് കൊണ്ടാണ് തമ്പ്രാന്മാരൊക്കെ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് അടിയാളൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി തമ്പ്രാന് ഭക്ഷണമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ആര് നടത്തിയത്? അയ്യങ്കാളി നടത്തിയിട്ടുള്ളത്. ഹി വാസ് ബോൺ അറ്റ് വെങ്ങനൂർ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആര് ജനിച്ചത്? അയ്യങ്കാളി ജനിച്ചത്. സാധുജന പരിപാലന സംഘം വാസ് ദ ഓർഗനൈസേഷൻ ഹി ഫൗണ്ടഡ് ഫോർ ഹിസ് റിഫോം ആക്ടിവിറ്റീസ്. അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇത്, സാധുജന പരിപാലന സംഘം. അപ്പം അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയുടെ പേരെന്താന്ന് ചോദിച്ചാൽ എന്താ ഇതാ? സാധുജന പരിപാലന സംഘം. റെഡി? Then the right of awareness to walk freely along the public roads, school admission of the student from depressed classes and better wages for laborers were the aim of organization. ഈ സംഘടന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്? സാധുജന പരിപാലന സംഘം എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ നടക്കാനുള്ള അവകാശം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെയോ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെയോ
തൊഴിലാളികൾക്ക് മാന്യമായ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചൊരു സംഘടനയായിരുന്നു സാധുജന പരിപാലന സംഘം. ഓക്കെ. എ ഫേമസ് ലീഡർ ഓഫ് ദി ഡിപ്രസ്ഡ് ക്ലാസസ്, ഹി ബിക്കം എ മെമ്പർ ഓഫ് ദ ശ്രീ മൂലം പ്രജാസഭ. അന്നത്തെ മൂലം പ്രജാസഭ, അന്നത്തെ പീപ്പിൾസ് അസംബ്ലിയാണ് മൂലം പ്രജാസഭ. അതിലെ ഒരു അംഗമായിരുന്നു ആര്? അയ്യങ്കാളി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അംഗമായത്? അധസ്ഥിത വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിൽ അംഗമായിട്ടുള്ളത്. ഗാന്ധിജി അപ്രീഷിയേറ്റഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ആര് പ്രശംസിച്ചിട്ടുണ്ട്? മഹാത്മാഗാന്ധി പ്രശംസിച്ചിട്ടുണ്ട്. ഇനി അല്ലേ, ഇവിടെ ഒരു അഡീഷണൽ റീഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹിസ്റ്റോറിക് ജേർണി ഇൻ വില്ലുവണ്ടി. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. എന്താണ് വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര? ഇൻ 1983 Ayyangali broke social prohibition by travelling through the public roads of Venganur in Villuvandi. എന്താണ് അന്നത്തെ കാലത്തെ പൊതുനിരത്തിലൂടെ തമ്പ്രാക്കന്മാരൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ പിന്നെ സവർണർ നടക്കുന്ന വഴിയിലൂടെ അവർണന് നടക്കാൻ പാടില്ലായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ നടക്കാനോ യാത്ര ചെയ്യാനൊന്നും പാടില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അയിത്തമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ 1893 അയ്യങ്കാളി ആ ഒരു നിരോധനത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വില്ലുവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാളവണ്ടി ആണ് വില്ലുവണ്ടി എന്ന് പറയുന്നത്. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബുള്ളോ കാർട്ട്. അതാണെന്ത്? വില്ലുവണ്ടി. ആ വില്ലുവണ്ടിയിൽ ഏതിലൂടെ യാത്ര ചെയ്തു? ഈ നിരോധനം നിലനിൽക്കുന്ന വെങ്ങന്നൂർ പാതയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. ആ ഒരു ഇതിലൂടെ നടക്കാൻ പാടില്ല എന്നുള്ള നിയമത്തെ അദ്ദേഹം എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. He started to fight for right of freedom of movement, the depressed classes, by travelling through the major roads of Travancore. ട്രാവൻകൂറിലെ പ്രധാന പാതകളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദിച്ചു. ദസ് ക്രിയേറ്റിംഗ് ഹിസ്റ്ററി. അതൊരു ചരിത്രമായി മാറി. ദെൻ കല്ലുമാല അജിറ്റേഷൻ. എന്താണ് കല്ലുമാല അജിറ്റേഷൻ? നോക്കാം നമുക്ക്. കല്ലുമാല സമരം എന്താണെന്ന് നോക്കാം. The women folk of the depressed classes used to wear kallumalas, stone chain. താഴ്ന്ന ജാതിയിൽപ്പെട്ട സാധാരണ സ്ത്രീകളൊക്കെ എന്ത് ധരിച്ചിരുന്നു? കല്ലുകൊണ്ടുണ്ടാക്കിയ മാല ധരിച്ചിരുന്നു. സ്റ്റോൺ ചെയിനാണ് കല്ലുമാല. കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാല ധരിച്ചിരുന്നു. അയ്യങ്കാളി കോൾഡ് അപ്പോൺ ദം ടു ഗിവ് അപ്പ് ദ കല്ലുമലാസ്. അയ്യങ്കാളി അവരോട് എന്ത് പറഞ്ഞു? അവരുടെ അടുത്തുള്ള കല്ലുമാലകളെല്ലാം വലിച്ചെറിയാൻ പറഞ്ഞു. എന്തിനാണ് വലിച്ചെറിയാൻ പറഞ്ഞത്? വിച്ച് വാസ് എ സിമ്പിൾ ഓഫ് ഇൻഫീരിയർ സ്റ്റാറ്റസ്. അത് ഇൻഫീരിയർ സ്റ്റാറ്റസിൻ്റെ സിമ്പിളാണ്, ഇല്ലായ്മയുടെ, അതല്ലെങ്കിൽ പിന്നോക്കക്കാരൻ്റെ അടയാളമാണ് കല്ലുമാല ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ കല്ലുമാല വലിച്ചെറിയണമെന്ന് അവിടെയുള്ള സ്ത്രീകളോട് ആരാവശ്യപ്പെട്ടു? അയ്യങ്കാളി ആവശ്യപ്പെട്ടു. Then the Kallumala, thus abandoned by the woman, piled up to a height of 4 to 5 feet. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു 4-5 അടി ഉയരത്തിൽ കല്ലും കൂട്ടമുണ്ടായിരുന്നു. കല്ലുമാലകൾ വലിച്ചെറിഞ്ഞതിൻ്റെ ആ കല്ല് കൂട്ടം എത്ര ഉണ്ടായിരുന്നു? 4-5 അടി ഉയരത്തിൽ കല്ലുമാലകൾ വലിച്ചെറിഞ്ഞതിൻ്റെ കൂട്ടം കാണാമായിരുന്നു. അത്രയും സ്ത്രീകൾ അതിനോട് സഹകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ? എന്താണ്? ഹൗ ഇഫക്റ്റീവ് were the activities of അയ്യങ്കാളി in bringing about social change? അയ്യങ്കാളിയുടെ ഇടപെടൽ സാമൂഹിക മാറ്റം കൊണ്ടുവരുന്നതിൽ എത്രത്തോളം ഇഫക്റ്റീവായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചിട്ട് ഷോർട്ടാക്കിയിട്ട് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ ത്രൂ റൈറ്റിങ്സ്. എഴുത്തിലൂടെ പരിവർത്തനം അല്ലേ? ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി? ദ റിച്ച്. ആദ്യം കുറച്ച് കോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ കോഡ്സ് നമ്മൾ വായിച്ച് നോക്കാം. ദ റിച്ച് ഹാവ് ടു ബിയർ ദ എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് ഓഫ് ദ പുവർ ആൻഡ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ ദെയർ ഹയർ എഡ്യൂക്കേഷൻ. എന്താണ് പറഞ്ഞത്? ദരിദ്രരുടെ വിദ്യാഭ്യാസ ചെലവ് ആര് വഹിക്കണം? സമ്പന്നരായ ആളുകൾ വഹിക്കണം. റിച്ച് ഹാവ് ടു ബിയർ ദ എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് ഓഫ്
പൂർ. ദരിദ്രരായ ആളുകളുടെ വിദ്യാഭ്യാസ ചെലവ് സമ്പന്നരായ ആളുകൾ വഹിക്കും. ആൻഡ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ ദെയർ ഹയർ എഡ്യൂക്കേഷൻ. ദരിദ്രരായ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സമ്പന്നരായ ആളുകൾക്കാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട്. അടുത്ത നോക്കുക. ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ അക്വയറിംഗ് മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് ദ റിലീജിയസ് എഡ്യൂക്കേഷൻ. ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് പോസിബിൾ. മനുഷ്യ പുരോഗതി സാധ്യമാകുന്നത് ഓൺലി ത്രൂ ഏതിലൂടെ മാത്രമാണ്? അക്വയറിംഗ് മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ, ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിലൂടെ മാത്രമാണ്. എലോങ് വിത്ത് ദ റിലീജിയസ് എഡ്യൂക്കേഷൻ, മതവിദ്യാഭ്യാസത്തോട് കൂടെയുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് മനുഷ്യരാശിക്ക് പുരോഗതി നേടാൻ സാധിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ക്യാപ്ഷൻ. അടുത്ത്, എഡ്യൂക്കേഷൻ ഇസ് എ മീൻസ് ടു സോൾവ് ദ സോഷ്യൽ ബാക്ക്വേർഡ്നെസ്. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാനപ്പെട്ട കോട്ട്സാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. The quotes are given vision of Vakam Abdul Qadir Maulavi, who strived for social reform in Kerala. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാഴ്ചപ്പാടുകൾ കാണിക്കുന്ന കോട്ട്സാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഹി ഫോട്ട് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻ. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടിയിട്ടുണ്ട്. പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. നാച്ചുറൽ വുമൺ എഡ്യൂക്കേഷൻ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു സയൻസ് ആൻഡ് ആർട്ട്. ശാസ്ത്രത്തിനും കലയ്ക്കും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. ക്രിയേറ്റഡ് അവയർനെസ് എമംഗ് ഓർഗനൈസേഷൻസ് ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ. എന്താണ്? സംഘടനകൾക്കിടയിൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബോധവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കലാശാസ്ത്ര വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വ്യാപനത്തിന് സംഘടനകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മെയിൻലി എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. നോക്കാം. He had mastered various languages like Malayalam, Urdu, Arabic, Sanskrit and Persian. അല്ലേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. ഏതൊക്കെ ഭാഷകൾ അറിയായിരുന്നു? അയാൾക്ക് മലയാളം അറിയാമായിരുന്നു, ഉറുദു അറിയാമായിരുന്നു, അറബി അറിയാമായിരുന്നു, സംസ്കൃതം അറിയാമായിരുന്നു, പേർഷ്യൻ അറിയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബഹുഭാഷകൾ അറിയുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. He collaborated with the activities of Muslim Aikya Sangham established at കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ രൂപീകരിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘവുമായിട്ട് ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. He founded the magazines Muslim and Al-Islam and newspaper Swadeshabhimani to spread the light of knowledge. അദ്ദേഹം ജനങ്ങളിലേക്ക് അറിവ് എത്തിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്? മുസ്ലിം അതുപോലെ തന്നെ അൽ ഇസ്ലാം എന്നീ 2 മാഗസിനുകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ. ഏതാണ് ന്യൂസ് പേപ്പർ? സ്വദേശാഭിമാനി എന്ന് പറയുന്ന ന്യൂസ് പേപ്പറും ആരംഭിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അറിവ് ജനങ്ങളിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള മാസികകളും പത്രങ്ങളും ഒക്കെ അദ്ദേഹം ആരംഭിച്ചത്. ഇനി അതിൽ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ, അത് കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ന്യൂസ് പേപ്പറാണ്. നമുക്കതിനെക്കുറിച്ച് വായിച്ചു നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറാണ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. ലെറ്റ് us read it. Swadeshabhimani is the newspaper that brought out the corruption and injustice of the Diwan of Travancore. ട്രാവൻകൂർ ദിവാൻ്റെ അഴിമതിയും അനീതിയും പൊതുജനമധ്യേ കൊണ്ടുവന്ന ഒരു പത്രമായിരുന്നു ഏത്? സ്വദേശാഭിമാനി പത്രം. ഇൻ 1910
The newspaper was confiscated and Ramakrishna Pilla, the editor of the newspaper, was expelled from Travancore. 1910 ഈ പത്രം അന്നത്തെ അവിടുത്തെ ട്രാവൻകൂർ തിരുവിതാംകൂർ ഗവൺമെൻറ് അത് കണ്ടുകെട്ടുകയും ആ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന രാമകൃഷ്ണ പിള്ള, അല്ലേ, കേട്ടിട്ടില്ലേ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, ഈ രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തുകയും ഉണ്ടായി. When Vakam Abdul Qadir, the founder of newspaper, was compelled to make an effort to reclaim the press. അതോടുകൂടി അബ്ദുൽ ഖാദർ മൗലവി എന്തായി, ഈ പത്രം റീക്ലെയിം ചെയ്യാൻ എന്തായി, നിർബന്ധിതനായി. ഹി ടുക്ക് ദ സ്റ്റാൻസ്, അദ്ദേഹം എന്ത് നിലപാടെടുത്തു? വൈ ഷുഡ് ഐ ഹാവ് ദ ന്യൂസ് പേപ്പർ ആൻഡ് പ്രസ് വിത്തൗട്ട് മൈ എഡിറ്റർ? എൻ്റെ എഡിറ്റർ ഇല്ലാതെ എന്തിനാണ് എൻ്റെ പ്രസ്സും ന്യൂസ് പേപ്പറും എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത്. ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ എഡിറ്റർ? രാമകൃഷ്ണ പിള്ളയായിരുന്നു അദ്ദേഹത്തിൻ്റെ എഡിറ്റർ. ആ എഡിറ്ററെ അവിടുന്ന് നാടി കടത്തിയിട്ട് പിന്നെ എന്തിനാണ് ഈ പത്രം എന്നുള്ളതാണ് ആ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഓക്കെ, ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹൗ ഫാർ ഡിഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഹെൽപ്പ് ദ സോഷ്യൽ പ്രോഗ്രസ്? പ്രിപ്പയർ എ നോട്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സാമൂഹിക പുരോഗതിയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാൻ. ഓക്കെ, ദെൻ അടുത്തത് പ്രൊട്ടസ്റ്റ് ത്രൂ സോങ്സ്. പാട്ടിലൂടെയുള്ള പ്രൊട്ടസ്റ്റ്, എതിർപ്പ്, സമരം. നോക്കുക, ഒരു പാട്ടിന് ആദ്യം കൊടുത്തിട്ടുണ്ട്. നോ നോട്ട് എ സിംഗിൾ ലെറ്റർ ഡു ഐ സീ ഓൺ മൈ റൈസ്. എൻ്റെ വർഗത്തെക്കുറിച്ച് ഞാനൊരു അക്ഷരവും ഇവിടെ എവിടെയും കണ്ടില്ല. ബട്ട് സോ മെനി ഹിസ്റ്ററീസ് സീൻ ഓൺ സോ മെനി റേസസ്. പല വർഗങ്ങളെക്കുറിച്ച്, പല വിഭാഗങ്ങളെക്കുറിച്ച് പല ചരിത്രങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ വിഭാഗത്തെക്കുറിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല. ദെൻ ലിസൺ ടു ദ പ്ലൈറ്റ് ഓഫ് ഫോർഫാദേഴ്സ്. കേൾക്ക്, നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് കേൾക്ക്. Ploughing the land chained and paired with oxen and buffaloes. കാളകളോടും അതുപോലെ തന്നെ കാളകളുടെ കൂടെയും അതുപോലെ തന്നെ ഓക്സിൻ്റെ കൂടെയും ഒക്കെ. എന്താണ് ഓക്സൻ? എരുമകളുടെ കൂടെയും അതുപോലെ തന്നെ കാളകളുടെ കൂടെയും ഒക്കെ ഇണയാക്കി കെട്ടിയിട്ട് അവരെന്തായിരുന്നു? നിലം ഉയർന്നെടുക്കുകയായിരുന്നു, അല്ലേ? ലിസൺ ടു ദ പ്ലൈറ്റ് ഓഫ് ഫാദേഴ്സ്. നമ്മുടെ മുൻഗാമികളെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. നമ്മുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നു? അവരെ കാളയുടെ കൂടെ ഇണയാക്കി കെട്ടിയിട്ട് എന്തായിരുന്നു? അവരെ നിലം ഉയർന്നെടുക്കുകയായിരുന്നു, അല്ലേ? കലപ്പയുടെ ഒരു ഭാഗത്ത് എന്താണ്? കാള ഉണ്ടാകും, ഒരു ഭാഗത്ത് മനുഷ്യനാണ് കെട്ടിയത്. അപ്പം അതിനെ ഇണയാക്കി കെട്ടിയിട്ട് നിലം ഉയർന്നെടുക്കുകയായിരുന്നു. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെ നിലം ഉയർന്നെടുക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. നോ ഫുഡ്, അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. നോ വേജ്, അവർക്ക് കൂലി കൊടുത്തിരുന്നില്ല. ഹൗ അൺബിയറബിൾ ദ മിയർ തോട്ട്. അത് ആലോചിക്കുന്നത് തന്നെ അസഹനീയമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അസഹനീയമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്, അല്ലേ? ഒരു സോങ്ങാണ്, ഒരു കവിതയാണിത്. എന്തിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉച്ചനീചത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. പാവപ്പെട്ട കർഷകൻ അല്ലെങ്കിൽ പിന്നോക്കക്കാരൻ, അവൻ എന്ത് ചെയ്യുമായിരുന്നു? നിലമൊഴിയാൻ ഉപയോഗിക്കുന്ന കാളയുടെ സൈഡിൽ ഒരു കാളയ്ക്ക് പകരമായിട്ട് ഈ മനുഷ്യൻ്റെ കഴുത്തിൽ കലപ്പ കെട്ടിയിട്ട് നിലം ഉയർന്നെടുക്കുമായിരുന്നു എന്നുള്ളതാണ്, അല്ലേ? ഇനി ഇത് പറഞ്ഞത് ആരാന്നറിയണ്ടേ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ്റെ വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ് us read about him. Poigil Sri Kumara Gurudevan propagated his ideologies through songs and speeches that expressed the miseries and agonies of slavery and the protest of the depressed. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്? ത്രൂ സോങ്സ് ആൻഡ് സ്പീച്ചസ്. പാട്ടുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. എന്തിനെക്കുറിച്ചായിരുന്നു? പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലുമൊക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ വിഷൻ അവതരിപ്പിച്ചത്. He was a social reformer who combined knowledge and spirituality for the liberation of the depressed classes.
ഹി വാസ് എ സോഷ്യൽ റിഫോർമർ. അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഹു കമ്പൈൻഡ് നോളജ് ആൻഡ് സ്പിരിച്വാലിറ്റി. അറിവും ആത്മീയതയും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോർ ദ ലിബറേഷൻ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്സസ്. താഴ്ന്ന വിഭാഗക്കാരുടെ അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് അറിവും നേടണം, അതുപോലെ തന്നെ എന്തുണ്ടാവണം, സ്പിരിച്വാലിറ്റി, ആത്മീയതയും ഉണ്ടാകണം എന്നുള്ളത് അദ്ദേഹം യോജിപ്പിച്ചു. ഹി വാസ് ബോൺ അറ്റ് ഇരവിപ്പേരൂർ ഇൻ തിരുവല്ല. അദ്ദേഹം എവിടെ ജനിച്ചത്? തിരുവല്ലയിലുള്ള ഇരവിപ്പേരൂരിലാണ് ജനിച്ചത്. ആൻഡ് വാസ് ആൾസോ നോൺ ആസ് പൊയ്കയിൽ അപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അദ്ദേഹം എന്തിനെതിരെ ആണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തത്? വിവേചനത്തിനെതിരെ, ചൂഷണത്തിനെതിരെയൊക്കെയാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തത്. ആൻഡ് ഫൗണ്ടഡ് ദ ഓർഗനൈസേഷൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം രൂപീകരിച്ചു. ഫോർ ഫിലാന്ത്രോഫി, അവിടെ മാനവസ്നേഹം വളർത്തുന്നതിന്. യൂണിവേഴ്സൽ ബ്രദർഹുഡ്, പിന്നെ സർവ സാഹോദര്യം വളർത്തുന്നതിന്. ആൻഡ് വേൾഡ് പീസ്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം ഈ സഭ, ദൈവസഭ രൂപീകരിച്ചത്. ശ്രീ കുമാര ഗുരുദേവൻ, who strived for social transformation, was a member of ശ്രീ മൂലം പ്രജാസഭ. അദ്ദേഹം മൂലം പ്രജാസഭയിലെ, നേരത്തെ പറഞ്ഞിട്ടുണ്ട് പീപ്പിൾസ് അസംബ്ലിയാണിത്, മൂലം പ്രജാസഭ, അതിൽ 2 പ്രാവശ്യം അംഗമായിട്ടുണ്ടാര് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സംഭവമാണ് ദ ആൻറ്റി വാർ മാർച്ച്, അല്ലേ, യുദ്ധവിരുദ്ധ മാർച്ച്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ an anti-war march from Marankulam to കുളത്തൂർക്കുന്ന് വാസ് ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ശ്രീ കുമാര ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് മാറൻകുളത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ മാർച്ച് നടക്കുകയുണ്ടായി. ദ മാർച്ച് അപ്ഹെൽഡ് ദ സ്ലോഗൻ. ആ മാർച്ചിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം എന്തായിരുന്നു? പീസ്, പീസ് ഫോർ വേൾഡ്. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യമാണ് അതിൽ മുഴങ്ങിക്കേട്ടത്. ദ മാർച്ച് വാസ് ഇൻ്റർപ്രറ്റഡ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ് മൂവ് ആൻഡ് വാസ് അറസ്റ്റഡ്. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു മുന്നേറ്റമായി അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിനെ കണക്കാക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. 3 ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒന്ന് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ദെൻ പിന്നെന്തായിരുന്നു, പൊയ്കയിൽ അയ്യങ്കാളി, അല്ലേ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ കുമാര ഗുരുദേവൻ. ഇവരെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫോളോ അപ്പ് വർക്ക് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത പോലെ ഓരോരുത്തരുടെയും പേര് എഴുതുക, എന്നിട്ട് അവരെക്കുറിച്ചൊരു 3 പോയിൻ്റ് നിങ്ങൾ എഴുതി വയ്ക്കുക, എന്നിട്ട് വിട്ടുതരാം. പയ്യങ്കാളി എന്നുള്ള ഹെഡിങ്, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ എഴുതിയാൽ അദ്ദേഹത്തെക്കുറിച്ചൊരു 3 പോയിൻ്റ്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ബേസിക്, അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് കുറിച്ചിട്ടുള്ളത് ഒന്ന്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ സംഘടന ഏതായിരുന്നു, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു. ഇങ്ങനെ കാണിക്കുന്ന 3 പോയിന്റുകൾ അടങ്ങുന്ന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 3 പേരുടേതും കൂടിയിട്ട് എത്ര ഉണ്ടാകും? 9 പോയിൻ്റ് ഉള്ള ഒരു കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കി വിട്ടുതരേണ്ടത്. ഓക്കെ.